ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എംബ്രോയിഡറി അല്ലെങ്കിൽ ആരി വർക്ക് ഇതൊന്നും ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ പഠിച്ചു വരുന്ന ഒക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. അതായത് നമ്മളുടെ സ്റ്റോൺസ് അല്ലെങ്കിൽ ബീഡ്സ്, സ്റ്റോൺസ്, മിറേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്കതിനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ചെയ്യുന്നൊരു രീതി. അതാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും എളുപ്പമാണ്. ആ ഒരു ഗ്ലൂ വെച്ചിട്ട്, നമ്മുടെ ഫാബ്രിക് ഗ്ലൂ ഉണ്ട്, ആ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഇതേപോലത്തെ മിറേഴ്സോ അല്ലെങ്കിൽ സ്റ്റോൺസോ ബീഡ്സോ അതെല്ലാം നമുക്ക് നമ്മുടെ ക്ലോത്തിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇതങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന അല്ലെങ്കിൽ ഊരിപ്പോകുന്ന ടൈപ്പ് ഒരു ഫാബ്രിക് അല്ല. ഇത് നമ്മൾ തുണിയിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഫാബ്രിക് ഗ്ലൂ ആണ്. ഇതിന് 13 രൂപയോ മറ്റാണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ, നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാനുള്ളതുണ്ട്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ ആ ക്ലോത്തിലാക്കിയതിന് ശേഷം ഇതിലെന്താണോ ഒട്ടിക്കേണ്ടത്, ബീഡ്സ് ആണെങ്കിൽ ബീഡ്സ് വെക്കാം, അതല്ലെങ്കിൽ സ്റ്റോൺസ് ആണെങ്കിൽ സ്റ്റോൺസ് വെക്കാം, എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2-3 ടൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡിസൈനിങ്ങിലൊക്കെ തുടങ്ങുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങി കിട്ടണമെന്നേ ഉള്ളൂ. ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുമൊന്ന് പോരൊന്നുമില്ല. നമ്മൾ വാഷ് ചെയ്താലൊന്നും പോയില്ല കേട്ടോ, അങ്ങനെ പോകുന്ന ടൈപ്പല്ല. നല്ലതാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആരി വർക്ക് അല്ലെങ്കിൽ എംബ്രോയിഡറി ഒക്കെ പഠിച്ച് നമുക്കത് ചെയ്തെടുക്കാൻ കുറച്ചധികം ടൈം എടുക്കും. ഇപ്പോൾ പെട്ടെന്നൊരു എളുപ്പത്തിലൊരു ഡിസൈനൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സെൻട്രലായിട്ടൊരു മിററാണ്, റൗണ്ട് ഷേപ്പിലുള്ള മിററാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഫ്ലവർ ഡിസൈനാണ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു വയലറ്റ് ഷെയ്ഡിലുള്ളൊരു സ്റ്റോണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ സ്റ്റോൺ നമുക്ക് തുന്നിപ്പിടിപ്പിക്കാനും പറ്റും. അതായത് ഈ സ്റ്റോണിൽ നമുക്ക് ആരി ചെയ്യാനും പറ്റുന്ന ടൈപ്പാണ്. 2 സൈഡിലും ഹോൾസ് ഉള്ള ടൈപ്പ് ഒരു സ്റ്റോണാണ് കേട്ടോ അത് വന്നിട്ടുള്ളത്. ഇനി ഇതുപോലെ നമുക്ക് ഇതുപോലെ ഡയമണ്ട് ഷേപ്പുള്ള മിറേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു സ്ക്വയർ ഷേപ്പുള്ളതും എല്ലാം നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ഐഡിയയ്ക്കും അനുസരിച്ചിട്ട് ഏതൊരു മോഡലിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഡിസൈനിങ്ങിലൊക്കെ ആദ്യമായിട്ട് വരുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതിലിപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലവർ ഡിസൈൻ ആക്കി കൊടുത്തിട്ടുണ്ട്, സെൻറ്ററിലെ മിററും അതുപോലെ തന്നെ ചുറ്റും സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ബേബീസിന് വേണ്ടിയിട്ടുള്ള കിഡ്സിൻ്റെ ക്രോപ്പ് ടോപ്സോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ ഒരു 1-2 അല്ലെങ്കിൽ ഒരു 4 ഫ്ലവേഴ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സെറ്റായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു ഡിസൈനുമായി നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ സ്റ്റിച്ചിങ്ങിൻ്റെയും എംബ്രോയിഡറി, ആരി ക്ലാസ് എല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വിഷു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് വിഷു കോസ്റ്റ്യൂംസിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അത് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റോണൊക്കെ ഉണങ്ങിയതിന് ശേഷം, നമ്മുടെ പശയൊക്കെ സെറ്റായതിന് ശേഷമുള്ള വ്യൂ ആണിത്. കണ്ടോ, ഇപ്പോൾ നമുക്ക് ആ ഒരു വൈറ്റ് കളറൊന്നും കാണാൻ പറ്റുന്നില്ല, അതവിടെ നല്ല രീതിയിൽ തന്നെ ഒട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്